ഇതിപ്പോ 500-നകത്ത് 100 വയ്ക്കണോ 100-നകത്ത് 500 വയ്ക്കണോ എന്നൊരു സംശയം. അതെന്ത് നിങ്ങൾ അങ്ങനെ പറയണേ? അകത്ത് വെച്ചാലും പുറത്തു വെച്ചാലും സുലൈമാനെ കാര്യം നടന്നാ പോരെ. മുക്കുജ ഈ നോട്ട് നിരോധിച്ച സമയത്ത് സീരിയലും കൂടെ നിരോധിക്കായിരുന്നു. സുലൈമാനെ വേണ്ടാത്ത വർത്തമാനമൊന്നും പറയണ്ട കേട്ടാ. ഇവിടെ നോട്ട് നിരോധിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാ? പിന്നെ ഈ പരിഷ്കാരങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെല്ലം വെച്ച് കഴിച്ച ആളെ കൊല്ലലും നാട്ടിൽ നിന്ന് ഓടിക്കലൊക്കെ അല്ലേ പരിഷ്കാരം. അനാവശ്യം പറയല്ലേ മുക്രി. നിങ്ങളിപ്പം മൂക്ക് മുട്ട തിന്നത് ബീഫല്ലേ? ഇവിടെ ആരെങ്കിലും കൊല്ലാൻ വന്നാ നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഓടിച്ചാ പറയുമ്പോ എല്ലാം പറയട്ടെ. അത് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കണം പറഞ്ഞു ഇവിടെ കിടന്നുള്ള എന്തിനാ? ചന്ദ്ര നിർത്ത്. എവിടെ ഒന്നും അല്ലല്ലോ, ഇന്ത്യയിൽ തന്നെ അല്ലേ? അതെ, നിങ്ങളൊന്നും നിർത്തുവോ? ഞാനിതൊന്ന് കാണട്ടെ. ഒന്ന് പറഞ്ഞു തീരട്ടെ രാജേന്ദ്ര. നീയല്ലേ പറഞ്ഞ് ഇവിടെ ഒരു കുഴപ്പമില്ലാന്ന്. ഇപ്പൊ എന്തായി? ഇവിടെ ഒരു കുഴപ്പമില്ല മുക്രി. നിങ്ങളെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നോണ്ടാ. അപ്പൊ നമുക്കൊക്കെ മഞ്ഞക്കണ്ണ്, നിങ്ങൾക്ക് മാത്രം വെള്ളക്കണ്ണ്. രാജേന്ദ്ര നിന്റെ പോക്ക് ഈടക്കായിട്ട് അത്ര ശരിയല്ലാട്ടാ. അതെ മുക്രി, 4 പൊറോട്ട ബീഫ് ഫ്രൈ, നീ 8 പൊറോട്ട 2 ബീഫ് ചായ. രണ്ടുപേരും പൈസ തന്നിട്ട് വേഗം സ്ഥലം വിട്ടേ. 8 പൊറോട്ട കഴിച്ചാ നീ? നീ പൈസ കയ്യിലുണ്ടോ? പറ്റില്ല എഴുതണം. ആ ബാർബർ ഷോപ്പിലേക്ക് പോകണ്ട, അവിടുത്തെ TV കാടാ. പറ്റില്ല എഴുതിക്കോ. നേരെ വീട്ടിൽ പോകാൻ നോക്ക്. ചന്ദ്ര എഴുതിക്കോ. 4 പൊറോട്ട 1 ബീഫ് 1 കട്ടൻ ചായ. അച്ഛനത് എന്തിന്റെ സുഖേടാ? ചോദിച്ചാലെല്ലാം പറഞ്ഞു. വേണ്ടാത്തടത്ത് കയറി അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. ആരോ നോട്ടെടുത്ത് എന്തോ തമാശ പറഞ്ഞപ്പോ സുലൈമാനും മുക്രിയും കൂടി അത് ഏറ്റുപിടിച്ചു. അപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ എന്തിനാ പറയാൻ പോയത്? ഒന്നാമത് ആ മുക്രിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിന്റെ കൂടെ അച്ഛൻ്റെ ഈ പൊട്ട വർത്താനം. ഈ സീരിയൽ കാണാനല്ലാതെ നാട്ടിൽ കിടക്കണ വല്ലതും അറിയണ്ടോ? അറിയാത്ത എന്തിനാ പറയാൻ പോണേ? അല്ലെങ്കിലും അച്ഛൻ ഈയിടെ സീരിയൽ കണ്ട് പറയുന്ന എല്ലാം വേണ്ട അതിനോ. നീ മിണ്ടാരിടി. നീ കൂടുതൽ പറയണ്ട. നളിനെ ഞാൻ കണ്ടിരുന്നു. അതിന് ഞാനെന്ത് വേണം? അങ്ങനെ ഞാനും കണ്ടിരുന്നു. നീ ഇന്നലെ ആ പള്ളിയുടെ മുന്നിൽ എന്തായിരുന്നു? കുറെ മാപ്പിള പിള്ളേരും കുട്ടി ചാട്ടവും ബഹളും, അതും ആ പള്ളിമുറ്റത്ത്. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാർ തമ്മിൽ സഹകരിക്കണാണോ കുറ്റം? അത് ഇക്കാലത്ത് ആരായാലും എന്താ സ്നേഹത്തിന് പോകാൻ സമ്മതിക്കരുത്. ഈ കവലയിലെ കടയിലിരുന്ന് തള്ളുന്ന പോലെ അല്ലത്. നീ ക്രിക്കറ്റും കളിച്ച് എന്നും ചീത്ത വിളിച്ച് നടന്നോ? ഇവൾക്കൊരു ആലോചന വന്നിരുന്നു, അറിഞ്ഞോ? നീ വലിയ കപിൽ ദേവാവാൻ നടക്കല്ലേ നീ? കപിൽ ദേവ? ആലോചന കാര്യം എന്നോട് അമ്മ പറഞ്ഞു. അതൊക്കെ നടന്നോളും. പെണ്ണിൻ്റെ ആങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്നും പറഞ്ഞു ഒരു കല്യാണവും മുടങ്ങിയിട്ടില്ല. അതിന് ഞാൻ തന്നെ ഓടണ്ടേ? அவ்வளோ நேரம் காத்திருக்க முடியாத. என்ன அண்ணனுக்கு மங்கி கேப்பில்லையா? போதும் போதும் போதும். அண்ணா சொல்லு, பறக்க இவ்வளோ இருக்கு, க்ளீன் பண்ணட்டுமா? நீ தானே கிளீன்ற, கிளீன் பண்ணியா? ஆமையா. ஓ என்ன குளிரு, வண்டி விடியா? കൊടി കീറി, അത് നമ്മൾ അന്വേഷിക്കും. ആ പുത്തൻതോപ്പിൽ അവരുടെ കൊടി കയറിയപ്പോ എന്താ സംഭവിച്ചേ? അതുപോലെ ചെയ്യണം, മുഴുവനും കീറണം. സുലൈമാൻ പറഞ്ഞതിൽ കാര്യന്റെ ഉസ്താദ് സഹിച്ചു ക്ഷമിച്ചു നിന്നാലേ അവന്മാർ നമ്മുടെ തലയിക്കാരെന്ന് ഇറങ്ങും. നമുക്ക് ഓനോട് വേറെ കളികളാണ്. അത് തന്നെ. മുജീബിക്ക വരട്ടെ. നോക്കട്ടെ എന്തായി മുജീബ് സംഭവം? മുജീബ് പറയട്ടെ.
അപ്പുറവും ഇപ്പുറമുള്ള ഒരു കൊടികളെയും തൊട്ടിട്ടില്ല. ഇതിന്നൊരു കാര്യം വ്യക്തമാണ്, ഇത് സാമൂഹ്യ വിരുദ്ധർ ചെയ്തതല്ല. ഇത് ബോധപൂർവ്വം നമ്മൾ അവഹേളിക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള ഒരു വെല്ലുവിളി. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യത്. മുജീബ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഇന്ന് കൊടി കയറി, നാളെ അത് മാറും. നമ്മുടെ ഒന്ന് കയറി കഴിഞ്ഞാൽ അവരെ ഒമ്പാണ് കയറണം. ആരുടെ എന്തോന്ന് കീറുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെ നിക്കറി കീറുന്ന കാര്യം ഉസ്താദൊന്നും മിണ്ടാണ്ടിരിക്കണ്ട. നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കെല്ലാം അറിയാം എന്ത് ചെയ്യണമെന്ന്. മിണ്ടാണ്ടിരുന്നോ മതി. നമ്മളിവിടെ കിടന്ന് തർക്കിക്കേണ്ട ഉസ്താദെ. കേവലം ഒരു കൊടി കീറിയതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമാണിത്. ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. പള്ളി വേണ്ടെന്നും പറയുന്നത് കഴിക്കണമെന്ന് വെച്ചാൽ ഉടനെ കൊടി തിരിച്ചു കീറണമെന്നല്ല ഞാൻ പറയുന്നത്. മുജീബ് നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട വിഷയമല്ല. ഈ മുക്കുറിച്ചൻ പറഞ്ഞ അപ്പുറത്താണ് ഈ കയറി ചിന്തിക്കുന്നത്. അല്ല, ഇത്രയും വികാരങ്ങളുടെ ആവശ്യം എന്താ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും ഉസ്താദെ. നീ അതേ പറയൂ, നീ അല്ലേ മറ്റന്മാരുടെ. അവൻ പറയട്ടെ ഷാജാനെ, നിർത്താൻ പറയാൻ നിനക്കെന്താ അവകാശം? മുക്കുറിച്ച ഇത്രയും എടുത്തിയാടി പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഉസ്താദെ. ഇതുവല്ല സാമൂഹ്യ വിരുദ്ധ ചെയ്താണെങ്കിലോ, നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ തോപ്പിച്ച ടൗണിലെ ക്രിക്കറ്റ് ടീം ചെയ്താണെങ്കിലോ, അല്ല ഏതെങ്കിലും ഞരമ്പ് രോഗി തോന്നിയായിക്കൂടെ? ഞരമ്പ് രോഗികൾ തന്നെ രോഗം നമ്മൾ മാറ്റും. നീനെ തൊട്ടുള്ള കളി വേണ്ടാന്ന് പറ ഷാജാനെ. ഞാൻ ആരോട് പറയാൻ? നിങ്ങൾ ആ നളിനേട്ടനെ കണ്ട് കാര്യം പറ മുസ്ലിയാരെ. അതെ, ഉസ്താദ് ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഇത് വഷളാവുകയെ. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. മുക്രയും സുലൈമാനും കേൾക്കാനും കൂടിയായി പറയുന്നത്. പിള്ളേരൊന്നും തൽക്കാലം വേണ്ടാത്തതിനൊന്നും പോകണ്ട. മുജീബേ, നമുക്ക് കാര്യങ്ങൾ വഷളാക്കാൻ പാടില്ല. നാടിൻ്റെ കോലം മാറി വരുന്നുണ്ട്, ഇല്ലെന്നല്ല, അത് നമുക്കും അറിയാം. ഇപ്പൊ നമുക്ക് ആ നളിന മൂപ്പരെ കണ്ട് കാര്യം ബോധിപ്പിക്കും. ഓരോന്ന് പറയും നോക്കാം. ഈ പ്രശ്നം കിയാമെന്നുള്ളതിനും തീരൂല, അല്ലടാ സുലൈമാനെ? കഷ്ടം. ഇക്ക, നമുക്കൊന്ന് പോയി ചോദിച്ചാലോ? എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഉദ്ധരേതാദമനാത്മാനം യൗ ആത്മാനം ഉപസാനമേത് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നിന്റെ സഹോദരനെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താവൂ എന്നാണ്. ഈ ഭൂമിയിൽ വിവിധ ദേശങ്ങളിൽ, വിവിധ വേഷങ്ങളിൽ, വിവിധ കാലങ്ങളിൽ ജീവിച്ചിരുന്നവരെല്ലാവരും തന്നെ ആ പരമ്പൊരുളിന്റെ ആത്മാംശങ്ങളാണ്. അപ്പോൾ തൊപ്പിയിട്ടവനും കുറിയിട്ടവനും കുരിശിട്ടവനും ദൈവത്തിന്റെ മുന്നിൽ രണ്ടല്ല, ഒന്നാണ്. നിന്റെ സഹോദരനെ നിറം കൊണ്ടും രൂപം കൊണ്ടും അല്ല അളക്കേണ്ടത്. ഗീത പറയുന്നത് എന്താണ്? മറ്റെന്തിന്റെ പേരിലായാലും നമ്മൾ തെറ്റിപ്പിരിയാൻ പാടില്ല. അപ്പോൾ സ്നേഹം കൊണ്ട് മാത്രം കീഴ്പ്പെടുത്തും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഒരു കീറിപ്പോയ കൊടിയല്ല, അത് സ്ഥാപിക്കാനുള്ള നമ്മുടെ കൂട്ടായ മനസ്സാണ് വലിയ കാര്യം. കൊടി ഉയർത്തുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ നളിനനെ ക്ഷണിക്കുന്നു. പടച്ചോന്ന് സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാർ, വിശ്വാസങ്ങൾ പലതായാലും നമ്മളെല്ലാം ഒന്നല്ലേ? ഭാരതാംബയുടെ മക്കൾ. സനാതനമായ ഒരു സംസ്കാരമല്ലേ നമുക്കുള്ളത്? അപ്പുക്കുട്ടനും അന്തോണിയോ അബ്ദുള്ളയോ ഒന്നാണെന്ന് നമുക്കറിയില്ലേ? കേവലം ഭൗതികമായ ഒരു കൊടി, ഒരു തുണിക്കഷ്ണം ആരോ കീറിയെന്നതിന്റെ പേരിൽ തമ്മിൽ തല്ലേണ്ടവരാണ് നമ്മൾ. സർവമതസ്ഥരും ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം. അത് തകർക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. ദൈവം പറയുന്നത് എന്താണ്? വിശക്കുന്നവനും കഷ്ടപ്പെടുന്നവനുമെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ പടച്ചവനെ മുൻനിർത്തി പറയുന്നു, നമ്മൾ ഒന്നാണ്. വത്തിനി മിനൽ ഇമാം. മനസ്സിലായോ കുഞ്ഞേ? നമസ്തേ. വേദനയൊക്കെ എങ്ങനെയുണ്ട്? മാറി വരുന്നു കൂട്ടാ. കുട്ടനാ? അല്ലട്ടാ, എല്ലാരും ഉണ്ടല്ലോ. ഞാനേ നമ്മുടെ കുട്ടൻ മെസ്സേജ്. ആ, കുട്ടൻ കുട്ടൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, 2 ദിവസത്തിനകം വണ്ടി എടുക്കാം. അച്ഛനെവിടെ?
അച്ഛനൊന്ന് പുറത്തുപോയി. ഞങ്ങൾ വന്നതെന്തിനാന്നറിയും? എടാ വാവി, ഒന്നുകിൽ നീ ഞങ്ങൾ പറയുന്ന കേൾക്ക്, ആ മൊബൈൽ അവിടെ വെക്ക്. ഞങ്ങൾ വന്നതെന്തിനാന്നറിയോ? അത്ര പറയാൻ എന്താ ഉള്ളത്? ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന് കിടക്കല്ലേ. എന്നെ കാണാനും സൗകര്യം അന്വേഷിക്കാനും ഒക്കെ ആപ്പിൾ ഓറഞ്ചൊന്നും കൊണ്ടുവന്നില്ലടാ മനോജ്. എടാ നിന്റെ ദണ്ണറിയാനൊക്കെ കൂടി തന്നെയാ വന്നത്. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ക്ഷേത്രത്തിലൊരു ചെറിയ പരിപാടി. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശണം. ഉണ്ണിത്താൻ ചേട്ടന്റെ കാലാവധി ഈ വർഷം കഴിയും. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശി ഒരാഴ്ച അന്നദാനം നടത്തിയിട്ട് സ്ഥാനം ഒഴിയണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടിയൊക്കെ തന്നെ. പക്ഷെ ഇതാണ് ചെറിയ പരിപാടി. ഇതിനൊക്കെ വലിയ ചെലവ് വരില്ലേ? തന്ത്രി എസ്റ്റിമേറ്റ് ഇട്ട് തന്നു 20 ലക്ഷം. എൻ്റെ അമ്മ 20 ലക്ഷം! ഇത് ആരെടുത്ത് ചെലവാക്കും? അതിനല്ലേ വാവേ നമ്മളെല്ലാരും കൂടി അങ്ങ് വഹിക്കും. നാട്ടുകാരുടെ ആവശ്യമല്ലേ? നാട്ടുകാരെന്തോന്ന് ആവശ്യം? ക്ഷേത്രം വേണം, നല്ലത് തന്നെ. പക്ഷെ ദൈവത്തിന് എന്തിനാണ് ഈ സ്വർണ്ണത്താഴെ കൂടം? അതുപോലെ അന്നദാനം. ഏതെങ്കിലും ഒരു പട്ടിണിക്കാരൻ അവിടെ വന്ന് ആഹാരം കഴിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഈ AC കാറിൽ വന്ന തടിയന്മാർക്ക് കൊടുക്കണാണോ ദാനം? നീ എന്താണ് കമ്മ്യൂണിസ്റ്റായ? കാര്യം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോളണം. ഈ 20 ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം? എടാ, നീ ഡെയിലി ടൗണിൽ പോണല്ലേ? റോഡിന്റെ ഇരുവശം കണ്ടിട്ടുണ്ടാ? എത്ര പള്ളികളാണ് അവരെ കെട്ടിപ്പോക്കണത്? അത് 3-4 നില. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അവർ കെട്ടിപ്പോക്കുന്നുണ്ട് അവരെ പണം ഉണ്ടായിട്ട്. പിന്നെ അറബി നാട്ടിൽ നിന്നും വരുന്നുണ്ടാവും. അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെ പോലത്തെ ഓട്ടോറിക്ഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല പണിതത്. ഞാനൊന്നും പറയാനുള്ള, എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. ഇപ്പൊ എന്തിനാടി കത്തറിയ? നിങ്ങളുടെ ചെവി മുറിക്കാൻ മിണ്ടാതെ കിടന്നു. നീ പറയും, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട്. എഴുതി വെക്കാം, കിട്ടുമ്പോ തന്നാ മതി. മനോജേ, ഈ കളി നമ്മൾ ജയിക്കൂട്ടാ. ദേ നല്ല കളിയാവൻ. എടാ ചന്ദ്ര, നിനക്ക് ഈ കളിയുടെ പേരെന്താണെന്നറിയോ? വെല്ലം തിരിഞ്ഞിട്ടാണോ നീ ഇരുന്ന് കാണുന്നത്? എടാ തിരിഞ്ഞില്ലെങ്കിൽ എന്താ, പാകിസ്ഥാന്റെ കൂടെ അല്ലേ? ഈ കളി നമ്മൾ ജയിക്കും, നീ നോക്കിക്കോ. സത്യം പറ, നിനക്ക് എന്റെ പേരറിയോ? അറിയാ. എന്താ പറടാ. ദേവദാസേ, എടാ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോ ഒരു വെള്ളം കുടിക്കാൻ തരില്ലേ? നാരങ്ങളോ? അതല്ലടാ, ഒരു കളർ വെള്ളം തരില്ലേ? സ്ക്വാഷാ. അത് തന്നെ കളി. ഇതില് പാകിസ്ഥാൻ ലോക ചാമ്പ്യന്മാരാണ്, ഇന്ത്യ ഒന്നുമല്ല. അതൊക്കെ പണ്ട്. നീ ഈ കളി നോക്കിക്കോ. ക്രിക്കറ്റ് വല്ല ആയിരിക്കണമായിരുന്നു അടിച്ചവന്മാരുടെ. പിന്നെ അല്ല, ആരോടൊക്കെ തോറ്റാലും പാകിസ്ഥാനോട് ജയിക്കും കിട്ടുന്ന ഒരു ഗുമ്മുണ്ടല്ലോ. നീ എന്നായി കിടന്ന് ചാടുന്നു? നമ്മളല്ല ജയിച്ച, അവന്മാരെ ജയിച്ചേ. പാകിസ്ഥാൻ വിൻസ്. നാണം കെടുത്തു. ടീ ഓഫ് ചെയ്യടാ. തോറ്റാലെന്താ പൊരിയാ തോറ്റത്? എന്തായാലും തോറ്റല്ല. ആ കളി കൂട്ടറ, യുദ്ധം വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ഇവന്മാരോട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോരെ എന്തിനാ ഇതൊക്കെ കളിക്കുന്നത്? അതിലാണ് പോയത്. നിനക്ക് എന്താ അന്നത്ര ചിരി? ചിരിക്കാൻ പാടില്ലേ? ഇന്ത്യ തോറ്റെന്ന് ചിരിക്കുമല്ലേ? ഇന്ത്യ തോറ്റെന്നാ? എവിടെ, എപ്പോ, എങ്ങനെ? ഓ, നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? വെറുതെ ഒരു ചിരി അങ്ങോട്ട് വന്നല്ലേ? എന്താ നിനക്ക് എന്നെ കാണുമ്പോ ചൊറിച്ചര്? തോറ്റത് ഇന്ത്യയാണ്. നീ ഒന്നും കൂടുതൽ കളിക്കണ്ടാ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്ത് തലണോ? എന്താണ് നീ അംബാനി പറ്റി കുറ്റം പറഞ്ഞു, പക്ഷെ ഇന്ത്യയെ പറ്റി പറഞ്ഞ പട്ടി. എന്താണോ നോക്കണം? നീ എന്താണോ നോക്കണേ? വണ്ടി നോക്കിയടാ. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ഹലോ, എവിടാ? ആ ശരി. നീ ആരാടാ മറ്റവനെ വെറുതെ ആളുകളെ തന്നെ? നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ? അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത്. നീ മേലാലിമാര് വേഷം കിട്ടി കാണിച്ചാണ്ടല്ലോ.
ഷാജാനെ, ഇത് നിനക്ക് കിട്ടിയ അടിയല്ല, നമ്മുടെ സമുദായത്തിന് കിട്ടിയ അടിയാണ്. നീ സമ്മതിച്ചേരില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റാണ്. അത് ശരിയാ. ഇത് ദീനിനും ദീനികൾക്കും കിട്ടിയ അടിയാ. പാകിസ്ഥാനിൽ പോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൈയും കെട്ടി നിച്ചിരിച്ച് വിസ തന്നാ പോകാമെന്ന് ഉസ്താദ് തമാശ പറഞ്ഞു. ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും. തല്ലിയാ തിരിച്ചാലണം. അല്ലാണ്ട് കൊണ്ടോട്ടിരിക്കാൻ ഒക്കില്ല. കൊണ്ടോട്ടി നമ്മളെ പിള്ളേരുണ്ട്, വിളിച്ചാൽ പറന്നു വരും. നല്ല കഥയെ. ആ ഉണക്കച്ചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാർ? തല്ലണോന്ന് വെച്ചാൽ തല്ല, പക്ഷെ എന്തിന്? അത് പിന്നെ വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയോ മുജീബിനി? എങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് അടികൊള്ളാം. ഉസ്താദെ, എൻ്റെ കാര്യത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിൻ്റെ മതത്തിൻ്റെ പേരൊക്കെ എന്തിനാ വലിച്ചെടുക്കുന്നത്? അതേക്കാ, രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ് അവനെ നിൽക്കാനെ തല്ലിയത്. ഞാൻ കണ്ടാണല്ലോ. എടാ, അവനെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചാലും അറിയാം. അതിന് കൊണ്ടോട്ടിന്നും കൊയിലാണ്ടിന്നും ആരും പറന്നും നീന്തിയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ടം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവനാണ് ഇത് മൊത്തം വഷളാക്കണേ. ഷാജാനെ, നീ ഇവനായിട്ട് വേണ്ടാട്ടാ. എന്താ എടാ, നിങ്ങൾ മീറ്റിംഗ് കൂടാന്ന് ഞാൻ അറിഞ്ഞു. അവൻ ആവശ്യത്തിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ മിണ്ടൂല. അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറ. നിനക്കെന്നോടെ കാര്യം? വെള്ളം ഉണ്ടെങ്കിലേ പള്ളിക്ക് പുറത്ത്. മുക്രി, വേണ്ട അതിനും പറയരുത്. പള്ളിയിലേക്ക് ആർക്കും വരാം. വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇമാതിരി വേണ്ടാതിനും ചെയ്തിട്ട് തീർപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ തീർപ്പാക്കാൻ വന്നല്ല, അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് പറയാൻ വന്നാണ്. നീ കൊടുത്തോന്ന് ഞങ്ങൾക്കറിയണ്ട. നീയായി നിന്റെ പാടായി. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കും അല്ലേ? വേണ്ടാതീനം പറയല്ലേ. നീ ആള് ചാരനാണ്, എനിക്കറിയാടാ. ഷാജാൻ ഇവന് ആള് ഇബ്ലീസാണ്. ഈ ശൈത്താനോട് കൂട്ട് വേണ്ട. മുജീബിക്ക് ഇങ്ങനോട് അനാവശ്യം പറയലെന്ന് പറ. പറഞ്ഞ നീ എന്ത് ചെയ്യണോ? നാറി എന്റെ മറ്റവൻ നീ പോയെ? അല്ല മുജീബിക്ക, വാവയോടെ പറഞ്ഞത്. പോവാവേ. പോടാ. നീ ഇവനായിട്ടുള്ള കൂട്ട് അവസാനിപ്പിച്ചോട്ടാ. ഇത് നിന്റെ അവസാനത്തിനാ. പറഞ്ഞു മനസ്സിലാക്കി ഉസ്താദേ. പറഞ്ഞ് മനസ്സിലാക്കാനൊന്നുമില്ല. പള്ളിമുറ്റത്ത് അവന്റെ കളി. ഓൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചുമ്മാരിക്കുന്നേ. കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു, എന്നാലും അങ്ങനെയല്ലല്ലോ. ചന്ദ്രന്റെ വായിന്ന് കേൾക്കണം, അതല്ലേ എൻ്റെ ഒരു രീതി. ചേട്ടാ, ഞാനും സുന്ദരനും തുളസിയും കൂടി നമ്മുടെ ആ അലക്കണ കുളമില്ലേ, അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണായിരുന്നു. പെട്ടെന്ന് ഈ വാവ വണ്ടിയിലൊന്നും ഇറങ്ങിയിട്ട് നിന്റെ തന്തയുടെ മകളാൻ ചോദിച്ചുകൊണ്ട് പടപെടാതെ 3-4 അടി അടിച്ചേട്ടാ. അപ്പൊ നീയൊന്നും ചെയ്തില്ലേ? അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏട്ടാ. ആരാണ് ഈ സുന്ദരനും തുളസിയും? നമ്മുടെ കൂട്ടത്തിലുള്ളവരാ? അല്ല ഏട്ടാ, അവന്മാര് മറ്റേ കക്ഷികളാ. അവരുമായിട്ട് ഇവന്റെ നടപ്പ് അടിക്കാൻ കിട്ടും. അത് തന്നെ. അത് കള വീട്ടിൽ. അവേ, ചന്ദ്രൻ പറഞ്ഞോളാണോ? 2 കൊടുത്തു. അടി കൊണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, കൊടുത്ത് എന്തിനാന്ന് കൂടി അറിയണ്ടേ. വെറുതെ നിന്നൊരാളെ ചിരിച്ചെന്നും പറഞ്ഞ് അടിച്ചാൽ അത് ശരിയാണോ? അതും രാജ്യത്തിൻ്റെ പേരും പറഞ്ഞ്. ഈ ഫോണൊന്നും എടുത്തോട്ടെ. എടുത്തോ. ഹലോ. അമ്മയ്ക്ക് തീരെ സുഖമില്ല. നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എനിക്ക് വരാൻ പറ്റില്ല. ഞാനെത്താം. ഞാൻ കൊണ്ടുപോവാം. ഓക്കെ. അല്ലെങ്കിൽ തന്നെ ഈ വാവയ്ക്ക് ഷാജഹാൻ എന്ന് പറഞ്ഞൊരു കൊമ്പ് കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല. എന്തോന്ന് കൊമ്പ്? അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാണ്. പക്ഷേ ഈ കാര്യം പറഞ്ഞ് ചന്ദ്രൻ ആരടിച്ചാലോ ശരിയല്ല. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോണ നാടാണിത്. ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. വാവേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. ചന്ദ്രൻ നമ്മുടെ ആളല്ലേ. ഞാൻ ആ പള്ളിയുടെ അവിടെ നിന്നാണ് വരുന്നത്. അവർ വലിയൊരു മീറ്റിങ്ങിലാണ്. അവിടെയും കാണുമല്ലോ ഇതുപോലെ 1-2 എണ്ണം. ഞാൻ അവിടെ കയറി മാപ്പും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മാപ്പ് പറയാന്നൊക്കെ പറഞ്ഞാൽ വലിയ മോശമല്ലേ വാവേ? അതുമാത്രമല്ല, അവരുടെ ഇടയിൽ ഒരുത്തന് IS-ഉമായിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടും. നമ്മളൊന്നും സൂക്ഷിക്കണം. അല്ലെങ്കിൽ നിനക്ക് തന്നിഷ്ടം കുറച്ച് കൂടുതലാണ്. അത് ഇതിനകത്ത് നടക്കൂലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. വാവേ, നമുക്ക് പരിഹരിക്കാന്ന്. നിങ്ങൾ പരിഹരിച്ചോ.